ഹായ്. ഇന്ന് സംസാരിക്കുന്നത് ചിന്തകളും പെരുമാറ്റങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒരു പ്രത്യേക സങ്കീർണമായൊരു വിഷയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് എല്ലാവരിലും തന്നെ. ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന അവസ്ഥ, മുൻചുണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് ദേഷ്യം വരിക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? നമ്മൾ ആരോടാണ് ഈ ദേഷ്യം കാണിക്കുന്നത്? എന്താണ് നമ്മളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഷാഹിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും മിക്കപ്പോഴും നമ്മളെ സങ്കീർണമായ പല വഴികളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ സ്ഥലകാലബോധമില്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്ത് മനപ്രയാസത്തിൽ അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നിരിക്കാം. പലപ്പോഴും പല കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൗൺസിലിങ്ങിന് വരുന്ന പല ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കാം, ഇല്ലെങ്കിൽ അമ്മയായിരിക്കാം, ഇല്ലെങ്കിൽ മക്കളാരെങ്കിലും ആയിരിക്കാം. ചെറിയ ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേഷ്യമുണ്ടാവുക, ഷൗട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തി നിങ്ങളൊന്ന് ഷൗട്ട് ചെയ്താൽ തിരിച്ചടിക്കാൻ പാകത്തിൽ, നിങ്ങളെ ഉപദ്രവിക്കാൻ പാകത്തിൽ ഉള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളാണെങ്കിൽ, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആണെങ്കിൽ, നിങ്ങളങ്ങനെ ദേഷ്യപ്പെടുമോ? നമ്മുടെ ദേഷ്യത്തെ അവർ ഉൾക്കൊള്ളും. അല്ലെങ്കിൽ നമ്മളവിടെ ദേഷ്യപ്പെട്ടാലും നമുക്ക് മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ആയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങളെ കൊണ്ട് നമ്മൾക്ക് എതിരായ ഒരു ദേഷ്യത്തിലേക്ക് ഇത്തരം വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ നിർത്തിക്കൊണ്ട് ഒരു ക്രൂഷ്യലായ ടോർച്ചർ ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് അല്ലേ? പ്രസ്ഥാനപരവും ആശയപരവും വ്യക്തിപരവുമായ പല ബന്ധങ്ങളും നമുക്കുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ വളരെ സൗമ്യമായിട്ടും ശാന്ത സ്വഭാവക്കാരനായിട്ടും പെരുമാറുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇവർ സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് അവരുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളിൽ അവരുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, ഫാമിലി റിലേറ്റീവ്സോ മറ്റോ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യപ്പെടുന്ന രീതി ഫാമിലിയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച വ്യക്തിപരമായി ഇടപെടുന്നവരും ആശയപരമായി ഇടപെടുന്നവരും ഒക്കെ ചിലപ്പോൾ വിശ്വസിച്ചെന്നിരിക്കില്ല. ഇങ്ങനെയോ ഈ വ്യക്തിയോ നെവർ, അങ്ങനെ ഒരിക്കലും ഇല്ല, അദ്ദേഹം ഞങ്ങളോട് അങ്ങനെയല്ല പെരുമാറുന്നത് എന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ട് നമ്മളവിടെ കാണുന്ന ചില റിലേഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി വളരെയധികം സ്നേഹത്തോടെയും പരിഗണനയോടുകൂടി അവർ നമ്മളോട് സമീപിക്കും. പക്ഷേ തിരിച്ചു കൊടുക്കുന്നത് പെട്ടെന്നുള്ള ദേഷ്യം, സങ്കീർണമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി, സാഹചര്യങ്ങളെ വളരെ വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ. നോക്കൂ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വൈകാരികപരമായ ചിന്തകളും വൈകാരികപരമായ അവസ്ഥകളും നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അത് മറ്റൊരാളിലേക്ക് ഇറക്കി വയ്ക്കാനുള്ള ദേഷ്യമോ ഭാരമോ ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കരുത്. അത് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മോശമായ ഒരു ഫേസ് ആയിരിക്കും. ഒരു പക്ഷേ സാഹചര്യങ്ങൾ വളരെ അതിക്രമിച്ചു കഴിയുമ്പോഴായിരിക്കും ഈ വ്യക്തിയിലുള്ള ഇത്തരത്തിലുള്ള ക്യാരക്ടർ നമ്മുടെ ഫാമിലിയിൽ തീരെ ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്ക് പോലും സഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നു എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ചർച്ചയാകുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ഇത്തരമുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടാവില്ല, എൻ്റെ ഇത്തരത്തിലുള്ള ഷോർട്ട് ടെമ്പേർഡ് ആകുന്ന അവസ്ഥ വളരെ വൈകാരികപരമായ ധൂർത്ത് എന്ന് തന്നെ പറയാം ആ സ്വഭാവത്തെ. ആ പ്രവൃത്തി മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവർ ഉണ്ടാക്കുന്ന മനപ്രയാസങ്ങളുടെ അളവ് ഈ വ്യക്തിക്ക് തീരെ മനസ്സിലാവുണ്ടാവില്ല. ഇവിടെയാണ് കോഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നൊരവസ്ഥ സംഭവിക്കപ്പെടുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു തെറപ്പി, CBT തെറപ്പി ചെയ്യുന്നതിലൂടെ ഈ വ്യക്തിക്ക് സ്വയം തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്നത്. ഒന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മളെ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിന്ന് വീരസ്യം നമ്മൾ വിളമ്പില്ല.
കാരണം നമുക്കവിടെ തിരിച്ചടി കിട്ടുമെന്നുള്ള നല്ല ബോധ്യവും ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് നമുക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസും ചെയ്യുന്ന, അതായത് ഫാമിലിയിൽ ഒരു കൂട്ടുകുടുംബത്തിൽ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്നവർ തന്നെയാണ്. അതാണല്ലോ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയുന്ന ഒത്തൊരുമ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമുക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരുണ്ട്, സ്നേഹത്തോടെ സർവീസ് ചെയ്യുന്നത്. അതൊരിക്കലും സാമ്പത്തികമായ ലാഭത്തിനോ മറ്റൊന്നിനുമല്ല, അവിടെ സ്നേഹമാണ് പങ്കിടപ്പെടുന്നത്. ആ സ്നേഹത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവ വൈരുദ്ധ്യം കൊണ്ടിട്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ഷോർട്ട് ടെമ്പേർഡായ വൈകാരിക അവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. പല ചിന്തകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, മറ്റു പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അവിടെ ഒരു ബാലൻസ് വരുത്തുക. ഞാൻ ആരോടാണ് ഈ ദേഷ്യപ്പെടുന്നത്? ഇവരെനിക്ക് ആരാണ്? ഈ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോട് അനാവശ്യ ദേഷ്യം കാണിക്കുകയോ സ്നേഹത്തോടെ പെരുമാറുന്ന സുഹൃത്തുക്കളോട് ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിൽ പെരുമാറുകയോ പറയുകയോ ചെയ്യുകയില്ല. നമ്മൾ സ്വയം സ്നേഹിക്കപ്പെടുന്നത് എന്തിനാണെന്നറിയോ? നമ്മളുടെ നല്ല പ്രവൃത്തിയിൽ, നമ്മുടെ നല്ല സംസാരത്തിൽ, നല്ല അപ്രോച്ചിൽ, നല്ല ബിഹേവ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവർ കൂടി നമ്മളെ സ്നേഹിക്കണം എന്നുള്ള ചെറിയൊരു സ്നേഹം നിറഞ്ഞ സ്വാർത്ഥത നമ്മളിലുണ്ടാവില്ലേ? ആ സ്നേഹം നിറഞ്ഞ സ്വാർത്ഥത എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുൻശുണ്ടി, ഷോർട്ട് ടെമ്പേർഡാവുന്ന അവസ്ഥ, ഇതൊക്കെ നിർത്തിയിട്ട് സോഫ്റ്റായിട്ടൊന്ന് പെരുമാറാൻ ശ്രമിക്കാം. ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും നമ്മളുടെ കോവർക്കേഴ്സിനോടും ഒക്കെ. അതിൽ നിന്ന് നമ്മൾ നേടുന്നത്, എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നേടുന്നത് സ്വസ്ഥമായ ഉറക്കമായിരിക്കും, സുഖകരമായ മനസ്സിൻ്റെ ആനന്ദമായിരിക്കും. അത് നമുക്ക് നേടിക്കൂടെ? മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.